ഈ ആയുർവേദത്തിൻ്റെ മെഡിക്കൽ ക്യാമ്പുകളിലും മറ്റിതര ഫംഗ്ഷനുകളിലും പങ്കെടുക്കുവാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് മാത്രം ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ സീരജ ആരോഗ്യ സെമിനാറും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, വളരെ പെട്ടെന്നാണ്, ആകസ്മികമായിട്ടാണ് 35ഉം 36ഉം വയസ്സുള്ളവർ, 20 വയസ്സും 20 വയസ്സിൽ താഴ്ന്ന ഉള്ള ആൾക്കാരും നടന്നു പോകുമ്പോൾ തന്നെ തളർന്നു വീണ് മരണപ്പെടുന്ന നിരവധി ആൾക്കാർ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ആഹാരശീലങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപക്ഷെ മാറ്റമായിരിക്കും. ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡിലുണ്ടാകുന്ന ഒരുപക്ഷെ അതിൻ്റെ മാറ്റങ്ങളായിരിക്കും. അതൊക്കെ ആയിരിക്കും പലപ്പോഴും എല്ലാവരെയും ഇപ്പോൾ രോഗികളാക്കി മാറ്റുന്ന ഒരു സമൂഹം ആണ് ഇന്ന് നമുക്ക് എവിടെയും കാണുവാൻ കഴിയും. ഞാൻ ഇന്നലെ കുറേയധികം വീടുകളിൽ ചെന്നപ്പോൾ മരണ വീടുകളായിരുന്നു. പല വീടുകളിലും 3-4 ദിവസം കഴിഞ്ഞൊക്കെ അവിടെ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ഇന്നിപ്പോൾ ഈ ക്യാൻസർ വന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം മിക്കവാറുമുള്ള എല്ലായിടവും ക്യാൻസർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ തരത്തിലേക്ക് നല്ലൊരു വിഭാഗം പോകുന്നു. നല്ല ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ നമുക്കറിയാം അത്തരത്തിലുള്ള ഒരുപാട് പേർക്ക് ആരോഗ്യക്കുറവ് ഉണ്ടാകുന്ന അവസ്ഥ. ഒരുപാട് പേർക്ക് നൂന്നു നിൽക്കുവാൻ പറ്റുന്നില്ല. ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും പലരും കിടക്കയിൽ തന്നെ അഭയം പ്രാപിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ. ഒരു വശം തളർന്നു പോകുന്ന ആൾക്കാർ, ചില ആൾക്കാർ നല്ല തൻ്റെയിടത്തോടു കൂടി തിരിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ കേരളം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്തിന് മാതൃകയാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യം. പക്ഷേ ആ ആരോഗ്യം നേരായ മാർഗത്തിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഈ കാലഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഞാനൊരു പക്ഷേ കുറച്ചൊക്കെ ആയുർവേദമൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ആ ആയുർവേദത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും നല്ലതുപോലെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഒരു ഘട്ടത്തിൽ 10-25 വർഷക്കാലം 2 വീലറൊക്കെ ഉപയോഗിക്കുമ്പോൾ ബാക്ക് പെയിനൊക്കെ ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 2 വീലർ ഉപയോഗിക്കരുത് എന്ന് തീർത്ത് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നവും നമ്മൾ ആയുർവേദം ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. വീണ്ടും നല്ല ഹൈ സ്പീഡിൽ തന്നെ 2 വീലറെല്ലാം ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടി പോകാൻ കഴിയുന്നത് ഒരുപക്ഷെ ആയുർവേദം ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും എന്നുള്ളത് ഞാൻ എടുത്ത് കാണിക്കുകയാണ്. ഇന്നും അത്യാവശ്യം വേണ്ടുന്ന നമുക്കറിയാം, ഇപ്പോൾ കൈക്കും കാലിനോ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് പോകാൻ കഴിയുന്നത് ആയുർവേദമാണ് എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പോകാൻ കഴിയും. പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാം ആയുർവേദ വൈദ്യന്മാർ നമുക്കുണ്ടായിരുന്നു. ആയുർവേദവും ആയുർവേദ വൈദ്യന്മാരുടെ ഒക്കെ സഹായത്താൽ നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ ആ കാലഘട്ടത്തിൽ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഒരുപക്ഷെ നമ്മൾ മറ്റു മരുന്നുകളെന്നൊക്കെ പറയുമ്പോൾ ഞാനും അത്യാവശ്യം ഇംഗ്ലീഷ് മരുന്ന് വല്ലപ്പോഴും ഒന്ന് പ്രായോഗിക തലത്തിൽ നമ്മൾ കൊണ്ടുവരും. പക്ഷെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വിഷമാണ് അകത്ത് ചെല്ലുന്നതെന്നാണ് ചില നമ്മുടെ ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ചില ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. അവർ പറയും ആ മരുന്ന് കഴിച്ചാൽ അത് വിഷമാണ്, അകത്ത് തന്നെ കിടക്കും,
ഒരുപാട് സൈഡ് എഫക്റ്റുകൾ പിന്നെ ആ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് പറയുന്ന ആൾക്കാർ കുറച്ചൊക്കെ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന ഒന്നാണ്. എന്നാൽ നമുക്കറിയാം നമ്മുടെ ഈ എന്താണ് മറ്റ് രംഗമെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ലത് നമുക്കിന്ന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ പറ്റാവുന്നത് ആയുർവേദമാണ്. എല്ലാ വിഷയത്തിനും എന്ന് പറഞ്ഞാൽ ഒരു മുട്ടുവേദന വന്നാൽ, ഒരു ബാക്ക് പെയിൻ വന്നാൽ, തലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, മുടിക്ക് വളർച്ചയില്ലെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഏത് മേഖലകളിലും ആയുർവേദം നമുക്ക് പിന്നെ വലിയ അലർജി ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റാവുന്ന ഒന്നാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. പല അസുഖങ്ങൾക്കും നമുക്കറിയാം വലിയ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. നടക്കാൻ പാടില്ലാത്ത ആൾക്കാർ പോലും എഴുന്നേറ്റ് നടക്കുന്നൊരവസ്ഥ നമുക്ക് ആയുർവേദത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ചിലപ്പോൾ ഒരു പക്ഷേ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ അവരെ പോലും ആ പ്രമേഹം ഒരറ്റത്ത് വരെ നമ്മൾ പിടിച്ചു നിർത്തിക്കൊണ്ട് ദേഹത്ത് ചിലപ്പോൾ വലിയ സമ്മർദ്ദം ചെലുത്താതെ തന്നെ അവരെയും സംരക്ഷിക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒട്ടേറെ ചികിത്സാ സമ്പ്രദായങ്ങൾ നമ്മുടെ ആയുർവേദത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മൃഗസംരക്ഷണ മേഖലകളിലും ആയുർവേദത്തെ നമ്മൾ ഇന്ന് കൊണ്ടുവരുവാനുള്ള വലിയ പ്രവർത്തനത്തിലേക്ക്, അതിന് വലിയ ബോധവൽക്കരണം ഉൾപ്പെടെ ഞങ്ങളുടെ ക്ഷീരകർഷകരേക്ക് ഓരോ ജില്ലകളിൽ ഞങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ ആയിരക്കണക്കിന് ജില്ലകളിലല്ല ഞങ്ങൾ വിളിക്കുന്ന ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ്. പക്ഷേ എല്ലാ ക്ഷീരകർഷകരും അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ മെയിൻ ഒരു വിഷയം നമ്മുടെ ഈ പശുക്കളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, പശുക്കളിലുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗവുമായി ബന്ധപ്പെട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള തരത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഞാൻ ഒട്ടേറെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് എത്തിച്ചേർന്നത്. ഒട്ടേറെ നമ്മുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ വിളിച്ചു. അതുകൊണ്ട് കൃത്യമായി എത്തിച്ചേരാം എന്ന് പറഞ്ഞു. ഇടയ്ക്കൊരു ഡേറ്റ് കൊടുത്തിരുന്നെങ്കിലും അത് മാറ്റി വയ്ക്കേണ്ടി വന്നു. വളരെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന മിക്കവാറും ഉള്ളവർ നമ്മുടെ ഈ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഡോക്ടർമാർ അവർ രണ്ടുപേരും ഉന്നത തരത്തിൽ ആയുർവേദത്തിലുള്ള ആൾക്കാരാണ്. അത് അവരുടെ തന്നെ മകൻ തന്നെയാണ് ഇന്ന് ഈ ഹോസ്പിറ്റലിൻ്റെ നടത്തിപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു നല്ല ടീം. സാധാരണ ഒരു തലമുറയിൽ നമുക്കറിയാം അടുത്ത തലമുറ വരുമ്പോൾ അത് ആയുർവേദം വേണ്ട, അത് മാറ്റിവെച്ച് മെഡിസിൻ മറ്റ് ജനറൽ മെഡിസിൻ ആകട്ടെ എന്ന തരത്തിലേക്കൊക്കെ പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ മകനും ഈ ഫീൽഡിൽ തന്നെ മതി എന്ന തരത്തിലേക്ക് അത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ കൊടുത്ത് ഒരു ആയുർവേദ ഡോക്ടറാക്കി തന്നെ കൊണ്ടുവരുവാനും ഈ രംഗം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുമാണ് അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ശ്രമിച്ചത്. ഇന്ന് നമ്മുടെ തന്നെ ഇതിൻ്റെ ജില്ലാതലത്തിലുള്ള ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ആയുർവേദവുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. തുടങ്ങാൻ തീരുമാനിച്ചു. അതിന് ഞാൻ അദ്ദേഹത്തെ എല്ലാ വേദി കിട്ടുമ്പോഴും ഞാൻ അനുമോദിക്കാറുണ്ട്, ഇപ്പോഴും അനുമോദിക്കുന്നു. വളരെ മാതൃകാപരമായ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ശൈലിയും ജീവിത രീതിയാണ് അദ്ദേഹം തുടരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ ശിരാഗ്രന്ഥി, ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാനും അത് പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിച്ച് അവർക്കെല്ലാം അതിൻ്റെ പ്രയോജനം കിട്ടാനും തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ കാലത്തിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ശരിക്ക് വെരിക്കോസ് എന്ന് പറയുന്നത്. വെരിക്കോസ് ഇല്ലാത്തവരിപ്പം മിക്കവാറും ആരും തന്നെ കാണില്ല. നമുക്കറിയാം നമ്മുടെ സെഡൻഡറി ലൈഫാണ് ശരിക്ക് ഒരു പരിധി വരെ വെരിക്കോസ് വെയിന് കാരണമാകുന്നത്. കാരണം ഇപ്പം നമുക്ക് ആർക്കും തന്നെ വ്യായാമമില്ല, നടപ്പില്ല, ശാരീരികമായ യാതൊരു ആയാസങ്ങളുമില്ല ബഹുഭൂരിപക്ഷത്തിനും. അപ്പോൾ ആ ഇരുപ്പും കിടപ്പും ഇരുപ്പും നിപ്പും ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്ക് ഈ വെരിക്കോസ് വെയിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വ്യായാമമില്ല. അപ്പോൾ കാലിക പ്രസക്തിയുള്ള ഈ വിഷയം തിരഞ്ഞെടുത്ത്
അത് ഇപ്പോൾ ഓൾറെഡി തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ചികിത്സ ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, വളരെ ദൂരെ നിന്ന് തന്നെ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ചികിത്സ തേടി സൗഖ്യം പ്രാപിച്ച് പോകാറുണ്ട്. അതിൽ പലരും ഞങ്ങളുടെയൊക്കെ അടുത്ത് തന്നെ വന്ന് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും ഇത് പരമാവധി ആൾക്കാർക്ക് ഇന്ന് പലരും ചോദിക്കാറുണ്ട്, ആയുർവേദത്തിൽ ഈ വെരിക്കോസിന് മരുന്നുണ്ടോ, ചികിത്സയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അത് ഉണ്ട്, സത്യത്തിലുണ്ട്. പക്ഷേ ഉണ്ടെന്നുള്ള വിവരം പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ളതും കൂടാണ് നമ്മുടെ ഈ സെമിനാറിൻ്റെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെയും ഉദ്ദേശം. അതാണ്. അതുപോലെ തന്നെ നേത്രചികിത്സയ്ക്ക് നമ്മൾ വല്ലതും ധരിച്ചിരിക്കുന്നത്, ആയുർവേദത്തിൽ എന്താണ്, നേത്രത്തിൽ എന്ത് ചെയ്യാനാണ്. ഞാൻ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് പെൻഷനേഴ്സ് അസോസിയേഷനെ സമീപിച്ചപ്പോൾ അവർ ചോദിക്കുന്നു, ആയുർവേദത്തിൽ എന്താണ് നേത്രചികിത്സയ്ക്ക് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കും. അതാണ്, ആൾക്കാർക്ക് അറിയില്ല. നമുക്കറിയാം, ആ കൂത്താട്ടുകുളം ശ്രീധരീയം പോലുള്ള ഹോസ്പിറ്റലിലെ നമ്മളിതൊക്കെ പത്രത്തിൽ വായിച്ചതാണ്. നമ്മുടെ ബഹുമാന്യായ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. വെളിനാടിൽ നിന്ന് ഒരു 2 പേരിവിടെ വന്നിട്ട് കാഴ്ചയില്ലാതെ മോഡേൺ മെഡിസിനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ട് അവർക്ക് കാഴ്ച കിട്ടാതായി ഇവിടെ കൂത്താട്ടുകുളത്ത് വന്ന് ചികിത്സിച്ച് അവർക്ക് പൂർണ്ണമായിട്ടും കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ ഒരു അനുഭവം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചാണല്ലേ. അതെ. അപ്പോൾ അതുപോലെ എല്ലാ മേഖലയിലും, സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി ശസ്ത്രക്രിയ, ലഘുവായിട്ടുള്ള ശസ്ത്രക്രിയയുടെ കാര്യങ്ങളിലാണെങ്കിലും, അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ ആയുർവേദത്തിൽ വളരെ നല്ല ചികിത്സയുണ്ട്. അത് പൂർണ്ണമായിട്ടും ഭേദം. പിന്നെ മറ്റൊരു കാര്യം, സൈഡ് എഫക്ട്സും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് പേഷ്യൻസിന് കംഫർട്ടബിളായിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ഈ ഒരു പ്രോഗ്രാം വളരെ നന്നാവട്ടെ. സംസാരിക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇരിപ്പുണ്ട്. ഞാൻ കൂടുതൽ ആ ഒരു സബ്ജക്റ്റിലോട്ട് കടക്കുന്നില്ല. ഇപ്പോഴേ ഇന്ന് വന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ ഇന്നത്തെ ഈ പ്രോഗ്രാം പ്രയോജനപ്പെടുത്തണം. പറയുന്ന കാര്യങ്ങൾ സശ്രദ്ധം കേട്ട് അത് ജീവിതത്തിലോട്ട് പകർത്താൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിന് എന്നെ വിളിച്ചതിലും നിങ്ങളോട് സംസാരിക്കാൻ അനുവദിച്ചതിലുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ആശ്വാസ വാക്കുകൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, അതൊരു നല്ല കാര്യം തന്നെയാണ്, ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോക്ടറെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ ഒരു സിരജ ആരോഗ്യ സെമിനാറും ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനും എല്ലാവിധമായ ആശംസകളും എൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം സിരജ, ആ പേര് തന്നെ ശിരാവേദം എന്ന് വെച്ചാൽ നമ്മളിപ്പം വെരിക്കോസ് വെയിനിൽ ഒരു ബെസ്റ്റ് ചികിത്സ എന്നാണ് ഞങ്ങൾ ആയുർവേദത്തിൽ അതിനെ കാണുന്നത്. ശിരാവേദം ഉൾപ്പെടെയുള്ള പഞ്ചകർമ്മ ചികിത്സ. അപ്പോൾ അതിനകത്തിപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് വായിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നതും അല്ലാതെ തന്നെ എനിക്കറിയാം ഡോക്ടറെ എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അത് ഡോക്യുമെൻ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റേഷനാണ് ഇവിടെ പ്രധാനം. എന്ന് വെച്ചാൽ വരും തലമുറയ്ക്ക് അത് കൈമാറാനും രോഗികൾക്കത് പ്രയോജനപ്പെടുത്താനും, എന്ന് വെച്ചാൽ എങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത് അതെല്ലാം ഒരു ഡോക്യുമെൻറ്റേഷനിലൂടെ കാണിക്കുക. എന്തെങ്കിലും സംശയമുണ്ട് അത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ ഇത്രാം തീയതി ഈ രോഗിക്ക് ഇന്നതാണ് ചെയ്തത്, അല്ലെ ഈ രീതിയിലാണ് ഞാൻ ചെയ്തത്, പഞ്ചകർമ്മം ചെയ്യാൻ വേണ്ടി പൂർവ്വകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഇന്നതൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു പെട്ടെന്നുള്ള ഒരു ചികിത്സയല്ല. അപ്പോൾ ഒരു വയറുവേദന വന്ന് ഒരു പെയിൻ കില്ലർ കൊടുത്ത് മാറ്റുന്നു, അതുപോലെയല്ല ഡോക്ടറുടെ ചികിത്സ. ശിരാവേദത്തിൽ വരുന്നത് ശരിക്കും ഡയബറ്റിക് പേഷ്യൻസിനും പൈൽസിൻ്റെ അനുബന്ധമായ അസുഖങ്ങളും രക്തദൂഷ്യം, വാതരക്തം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് വരെ ഡോക്ടർ ക്ലിയർ ചെയ്ത് വിടുന്നു. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഇതിനകത്ത് എത്ര പേർക്ക് ഇത് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നുവെച്ചാൽ ഡീകളറേഷൻ മുതൽ തുടങ്ങും, കാലിൻ്റെ കളർ വ്യത്യാസം. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയണം. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പം അറ്റം വരുമ്പോഴാണ് നമ്മൾ ചികിത്സയിലോട്ട് പോകണത്. അപ്പോൾ എനിക്കൊരു അവസരം നിങ്ങൾക്കൊന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മൾ ഡീകളറേഷനാണ് ആദ്യം വരുന്നത്. കാലിൽ നമ്മുടെ പാദം മുതൽ കളർ വ്യത്യാസം വരും. സാധാരണ രീതിയിൽ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ അത് നമ്മുടെ ഈ ഒരു അസുഖത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ അത് മുൻകൂട്ടി നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം നമുക്ക് സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഡോക്ടർ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണക്ക് ഡോക്യുമെൻറ്റേഷനും സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം നല്ല ഡോക്യുമെൻറ്റേഷൻ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ആയുർവേദ ഇത്രയധികം വെരിക്കോസ് വെയിൻ സ്ഥിരാഗ്രന്ഥി കേസുകൾ ഇത്രയും ശാസ്ത്രീയമായി ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ആത്മവിശ്വാസം ഡോക്ടർക്കുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളെല്ലാവരും ഇവിടെ അതിനായിട്ട് വരുന്നത്.
അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞങ്ങൾക്ക് ആയുർവേദ സംഘടനയ്ക്ക് ഇദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മൾ തന്നെ ഇപ്പം ഞങ്ങൾ ഈ വർഷത്തെ ഒരു കാര്യം വെച്ചേക്കുന്നത് നീ ജോയിൻറ്റ് പെയിൻ എന്ന് വെച്ചാൽ ഇപ്പം ആയുർവേദത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗങ്ങളാണ്, അവസ്ഥകളാണ് നീ ജോയിൻറ്റ് പെയിനും ബാക്ക് പെയിനും, മുട്ടുവേദനയും നടുവേദനയും. പണ്ടൊക്കെ ആയുർവേദം കൊണ്ടേ അത് ആളുകൾ സുഖപ്പെടുത്തിയിരുന്നുള്ളൂ. ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും എളുപ്പം ഒരു മാർഗം റീപ്ലേസ്മെൻറ്റ്, മുട്ട് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിവെക്കുക. അപ്പോൾ അതിനായിട്ട് ആളുകൾ പോകുന്നത് എന്ന് വെച്ചാൽ സമയം ലാഭം, വേദന രഹിതം. അതുകൊണ്ട് ആളുകൾ അതിനായിട്ടാണ് പോകുന്നത്. പക്ഷേ അതിപ്പോൾ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായി ഈ ഒരു വർഷത്തെ ഞങ്ങളുടെ ക്യാമ്പയിനാണ് നീ ജോയിൻറ്റ് പെയിൻ്റെ. അപ്പോൾ എല്ലാ ആയുർവേദ ഡോക്ടർമാർക്കും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു രീതിയാണ് സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റെടുക്കാവുന്ന ഒരു മാർഗ്ഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് സംഘടനയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. ഈ വെരിക്കോസ് വെയിൻ, അതായത് സിര എന്നുള്ളത്, അതും നമ്മൾ ആയുർവേദത്തിൽ ഞങ്ങളുടെ ഒരു ക്യാമ്പയിനായിട്ട് കൊല്ലം ജില്ലയുടെ ഭാഗമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടെ കാഴ്ചവെക്കും. ഞങ്ങളുടെ പോലുള്ള ആളുകൾക്ക് വരും തലമുറയ്ക്ക് അത് എന്താണെന്ന് കണ്ടാൽ തിരിച്ചറിയത്തക്ക രീതിയിൽ അതിൻ്റെ ചിത്രങ്ങളോട് കൂടിയ ഒരു പ്രസിദ്ധീകരണം, അതിൻ്റെ പ്രത്യേകതകളും ഗുണവിശേഷങ്ങളും ഔഷധ മൂല്യങ്ങൾ എന്താണെന്നുള്ള ഒരു പ്രസിദ്ധീകരണം കൂടി നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഡോക്ടറുടെ പേരിൽ ഇറക്കിയാൽ വളരെ ഉപകാരമായിരിക്കുമെന്ന് മാത്രം ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 100% ഇവിടെ വന്ന് ചികിത്സിച്ചിട്ട് ഭേദമായില്ലെങ്കിൽ പണം പോലും തരണ്ട എന്നുള്ള രീതിയിലാണ്. അത്രയ്ക്കും വലിയൊരു സംഭവം പിന്നെ വേറെ എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? അത്രത്തോളം ആയുർവേദ രംഗത്ത് വളരെ ഞങ്ങൾ അത് എപ്പോഴും തന്നെ ഇവിടെ മീറ്റിങ്ങിൽ ഞങ്ങൾ പറയാറുള്ളതാണ്. വിവിധ മേഖലകളിൽ വിവിധ അല്ലെങ്കിൽ ടാലന്റുകൾ ലഭിച്ചിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ സാറ് വിദേശത്തും അല്ലാതെയൊക്കെ പോയി നല്ല രീതിയിൽ പഠനം നടത്തി അതുമായി ബന്ധപ്പെട്ട് ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിൽ പഠിക്കാൻ പറ്റുമോ അതിനെയൊക്കെ വളരെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി അത്രത്തോളം ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവിധ രീതിയിൽ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായ രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ലാഭിച്ചു കൂടാതെ എന്ന് വെച്ചാൽ പ്രയാസമുള്ള സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ധാരാളം പണങ്ങൾ ലഭിച്ചിട്ട് പോലും അത് ഞങ്ങൾക്ക് അനുഭവമുള്ളത് കോവിഡ് കാലഘട്ടത്തിലും അല്ലാതെയൊക്കെ ഈ പ്രദേശത്ത് ധാരാളം ഹോസ്പിറ്റലുകളുണ്ട്. അതിൽ തികച്ചും വ്യത്യസ്തമായിട്ട് സാറിനെ സംബന്ധിച്ച് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നതിനെ സഹായിക്കുന്ന കാര്യത്തിൽ ഈ ഹോസ്പിറ്റലിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ആയുർവേദത്തിന്റെ പ്രശസ്തി ഇപ്പോൾ ഏറി വരുന്ന സമയമാണ്. പണ്ട് കാലങ്ങളിലെ പോലെ എല്ലാവരും ഇപ്പോൾ ആയുർവേദത്തിലേക്ക് തിരികെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു മെഡിക്കൽ ക്യാമ്പും സെമിനാറും സംഘടിപ്പിച്ച ഡോക്ടർ സ്മിത്ത് സാറിനെ അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. ആയുർവേദത്തെ പറ്റിയുള്ള ആയുർവേദത്തിൻ്റെ പ്രസക്തിയെ പറ്റിയൊക്കെ എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പരിപാലനം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പം ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥശൂന്യമാണ്. ഇപ്പം ആരോഗ്യ പരിപാലനം അത് ആയുർവേദത്തിലൂടെ ഇപ്പോൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന നമ്മുടെ ഈ മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ആയതുകൊണ്ട് പ്രകൃതിയിൽ നിന്റെ വിഭവങ്ങളിൽ അതിനെ ഔഷധമാക്കി നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളെ പറ്റിയും നമ്മുടെ അരീക്കൽ ആയുർവേദ ആശുപത്രി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വീകരണം അറേഞ്ച് ചെയ്തു തന്ന ഈ ഹോസ്പിറ്റലിലെ സ്മിത്ത് ഡോക്ടർക്കും കുടുംബാംഗങ്ങളോടും ഈ ഹോസ്പിറ്റലിലെ മുഴുവൻ ജീവനക്കാരോടും എനിക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വെലങ്ങര നാടിന് അഭിമാനകരമായി തലയുയർത്തി നിൽക്കുന്ന അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ ഒരുപക്ഷെ ഇന്ന് കൊട്ടാരക്കരക്കാർക്ക് മാത്രമല്ല, കൊല്ലം ജില്ലയിലുള്ളവർക്ക് മാത്രമല്ല, സംസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന് വെളിയിലും നമ്മുടെ രാജ്യത്തിന് വെളിയിലുമുള്ള നിരവധിയായ ആൾക്കാർ നമ്മുടെ പ്രിയപ്പെട്ട സ്മിത്തിന് ഡോക്ടറെ തേടി ഇവിടെ എത്തുന്നു. നമുക്ക് അഭിമാനകരമാണ്, വെലങ്ങരക്കാർക്ക് അഭിമാനകരമാണ്. അത്ര കണ്ട് ഈ ആശുപത്രിയുടെ പേര് പുറംലോകത്ത് അറിയുന്നു എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ വെലങ്ങരക്കാരൻ എന്ന നിലയിൽ ഞാനും അഭിമാനിക്കുന്നു. ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ട 4 പേരും ഈ ആശുപത്രിയുടെ ചുറ്റുപാടും താമസിക്കുന്ന 4 വ്യക്തിത്വങ്ങളാണ്. ഒരുപക്ഷെ ഡോക്ടറുമായി നല്ല അടുപ്പത്തിലുപരി എനിക്ക് വ്യക്തിപരമായി ഡോക്ടറുടെ ജ്യേഷ്ഠ സഹോദരി സ്മിത, ഞങ്ങൾ ക്ലാസ്മേറ്റുകളാണ്. അതിലുപരിയായി ഈ ആദരിക്കപ്പെട്ട 4 പേരുടെയും പിതാക്കന്മാരും ഡോക്ടറുടെ പിതാവും തമ്മിൽ അമേധ്യമായ അടുപ്പം,
ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതാണ്. ഇവർ പരസ്പരം നല്ല സുഹൃത്തുക്കളായി വിലങ്ങറയിൽ വളർന്നു വന്ന ആൾക്കാരാണ്. അതുകൂടി ഞാൻ വിലങ്ങറയുടെ പേര് അരീക്കൽ ആയുർവേദ ആശുപത്രി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലല്ല ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത്, അത് വിദേശത്ത് പോലും എത്തി നിൽക്കുന്ന രീതിയിൽ അഭിമാനകരമായ നേട്ടങ്ങൾ. അതെങ്ങനെയാണ്? നല്ല രീതിയിൽ ചികിത്സ നൽകി. ഇത് ഒരാൾ പറഞ്ഞല്ല, പലര് പറഞ്ഞ് അനുഭവസ്ഥരായ ആയിരക്കണക്കിന് പേഷ്യൻസ്. നമ്മൾ പകലൊക്കെ ഇതിലേക്കൂടെ പോകുമ്പോൾ കാണാം, ഇവിടുത്തെ ഈ പാർക്കിംഗ് കഴിഞ്ഞ് ആ റോഡിലായിരിക്കും വണ്ടികൾ കിടക്കുന്നത്. അത്രയ്ക്കും ആൾക്കാർ ഇവിടെ വന്ന് അവർക്കെല്ലാം അത്രയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മിടുമിടുക്കനായ ഡോക്ടർ സ്മിത്ത് കുമാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന അച്ഛനും അമ്മയും. നമ്മൾ സാധാരണ ഇവിടെ ചെന്നാലും ഡോക്ടർ വരും, ഡോക്ടർ വന്നിട്ടാണ് പോകും. ഇവിടെ സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവർക്ക് കൃത്യമായ പരിചരണം നൽകാനും മേൽനോട്ടം വഹിക്കാനും ഡോക്ടർ ഇല്ലാത്തപ്പോൾ പോലും ഒരു കുടുംബാംഗം എന്ന നിലയിൽ അംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഈ ഹോസ്പിറ്റലിന് വേറെ തലത്തിലാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു നില ഇപ്പോഴേ. അതായത് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടുത്തെ അതിൻ്റെ ഉടമസ്ഥനെ കാണാൻ പറ്റില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് വന്ന് ചികിത്സയ്ക്കും പോകും. കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ഒരുമിച്ച് രോഗികളുടെ കാര്യങ്ങളും അന്വേഷിച്ച് ഒരു ചർച്ചയിലൂടെ അതെല്ലാം ചികിത്സിച്ച് അവർക്ക് പരിപൂർണ സുഖമായി, ആ സുഖമാവുന്നതിലുപരി അവരുമായിട്ട് ഒരു കുടുംബാംഗങ്ങളെ പോലെ വേർപിരിയുന്ന പിന്നെ ഇനിയും കാണാം എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷം ഒരു കുടുംബാന്തരീക്ഷമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ക്യൂറേറ്ററും ക്യാമ്പയിനറും കൂടിയാണ്. ഒരു ഡോക്ടർക്ക് അത്യാവശ്യം വേണ്ട നല്ലൊരു ഈ രണ്ട് ഗുണങ്ങൾ ഒത്തിടങ്ങിയ ഒരു അമരക്കാരൻ തന്നെയാണ് സ്മിത്ത്. ഇതേ മൊമെൻറ്റം അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ നാട്ടുകാരുടെ എല്ലാം പിന്തുണയുണ്ടെങ്കിൽ ഒരു കോട്ടക്കൽ ആര്യവൈദ്യശാലയോട് കിടപിടിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഹോസ്പിറ്റലിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം അങ്ങനെ തുടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല. അതിനപ്പുറം ഞാനിവിടെ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു, അതിനപ്പുറം ഇതൊരു ആയുർവേദ മെഡിക്കൽ കോളേജാക്കി മാറ്റാൻ പോലും അദ്ദേഹത്തിന് ഈ മൊമെൻറ്റം കീപ്പ് ചെയ്താൽ സാധിക്കും. കാരണം ഇപ്പോഴിത് വിലങ്ങറയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ കേരളത്തിലോ മാത്രമല്ല, വിദേശത്തു നിന്ന് വരെ ആളുകൾ എത്തുന്ന ഒരു ആതുര ആലയമായി മാറിയിരിക്കുകയാണ്. എവിടെയാണ് വീടെന്ന് പറയുമ്പോൾ പണ്ട് പറയാൻ ഒരു അടയാളം പറയാനില്ലായിരുന്നു. ഇപ്പോൾ എന്നോട് ഇപ്പോൾ ആര് ചോദിച്ചാൽ, നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെയാണ് വീടെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അടയാളം പറയാനൊരു സ്ഥാപനമുണ്ട്. അരീക്കൽ ആയുർവേദ ആശുപത്രിയുടെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്. എൻ്റെ വീട് അവിടെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഒരു സ്ഥാപനമുണ്ട്. അങ്ങനെ പറയാനൊരു ഈ നാടിൻ്റെ ഒരു ഐക്കണാണ് ഈ ഒരു സ്ഥാപനം. ഇതിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഡോക്ടർക്ക് കഴിയട്ടെ, ഡോക്ടറിൻ്റെ കുടുംബത്തിന് കഴിയട്ടെ. ഡോക്ടർ പറഞ്ഞതുപോലെ ഡോക്ടർ മാത്രമല്ല ഇവിടുത്തെ പേഷ്യൻസിന് ആശ്വാസം നൽകുന്ന, ഡോക്ടർ കുറിക്കുന്ന മരുന്നുകൾ മാത്രമല്ല, ഡോക്ടറുടെ മാതാപിതാക്കൾ കൂടി നൽകുന്ന സാമീപ്യം കൂടിയാണ്. അത്തരത്തിൽ ഈ ആശുപത്രിക്ക് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരുപാട് പേരെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ നാടിൻ്റെ കൂടി ഒരു പുണ്യമാണ്. ഡോക്ടറോട് ആരോ നിർദ്ദേശിച്ചതുപോലെ പുതിയ തലമുറയ്ക്ക് ഈ പറഞ്ഞ നാട്ട് വൈദ്യത്തെക്കുറിച്ചും നാട്ടിലെ പച്ചമരുന്നുകളെക്കുറിച്ചുമൊക്കെയുള്ള പഠിക്കാനുള്ള ഒരു അവസരം, ഒരു മാഗസിൻ ആരംഭിക്കാനുള്ള ശ്രമം ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനുൾപ്പെടെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു. എന്നെ ഈ സ്മിത്ത് ഡോക്ടറുള്ള പ്രത്യേക ആശംസകളും നന്ദിയും നമ്മുടെ ഈ കൊട്ടാരക്കര AMയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്ന് അതിനോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ സ്ഥിരജ എന്ന രീതിയിലൊരു പ്രോഗ്രാം ആരോഗ്യ സെമിനാറും ഡോക്ടറെ സംഘടിപ്പിക്കാൻ പറ്റി. ഡോക്ടറെ തിരക്കി നിരവധി ആൾക്കാർ വിദേശത്ത് നിന്നും മലപ്പുറത്ത് നിന്നും കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടേക്ക് ഒഴുകുകയാണെന്ന് ഞാൻ പറയുന്നില്ല, പലര് പറയുമ്പോഴാണ് എന്നെ അറിയുന്നത്. എന്നെ കോട്ടക്കലിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്, അരീക്കൽ ആശുപത്രി എവിടെ, എങ്ങനെയാണ് പോകുന്നത്, അവിടെ പോകുന്ന ഏത് വഴി ഇറങ്ങി പോകണം. എറണാകുളത്ത് എന്നെ വിളിക്കാറുണ്ട്, മലപ്പുറത്ത് വിളിക്കാറുണ്ട്. ഞാൻ എല്ലാം ഡോക്ടറെ അപ്പോഴേ കോൺടാക്ട് ചെയ്ത് എല്ലാം ഏർപ്പാടാക്കി കൊടുക്കാറുണ്ട്. അവിടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോൾ പോകാൻ പറ്റുമെന്ന് തിരക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഇതേപോലെ വെരിക്കോസ് വെയിനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചികിത്സ വിജയിപ്പിച്ച ഇനിയും ഏറെ ദൂരങ്ങൾ താണ്ടാനുള്ള സ്മിത്ത് ഡോക്ടർ കൊട്ടാരക്കര AMയുടെ പേരുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.